ഹലോ ഹായ് സുഹൃത്തുക്കളെ, ഞാനിന്നൊരു ചാമ്പനെ പരിചയപ്പെടുത്താണ്. ഇന്തോനേഷ്യൻ്റെ ഒരു ചാമ്പയാണ്. ജസ്റ്റ് ഞാനിവിടെ വന്നപ്പോൾ ഒന്ന് കണ്ടപ്പോൾ ജസ്റ്റ് ഇത് പഴുത്തിട്ടൊന്നുമില്ല, പച്ചയാണ്. ജസ്റ്റ് ഒന്ന് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്നുള്ളതിൻ്റെ. അപ്പോൾ ഇതിന് ഇനിയൊരു പേരൊക്കെ ഇട്ടിട്ട് ഇറക്കണം. ഇനി റസാക്കി ചാമ്പ എന്ന് പറഞ്ഞിട്ട് ഇറക്കാന്നുള്ള പരിപാടിയിലാണ്. സൂപ്പർ. ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫുള്ള് ഫ്ലഷാണ്. ഉള്ളിൽ കാലി ഭാഗം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഇതാണുള്ളത്. പക്ഷേ ഈ മൂക്കാത്ത സാധനം പോലും ഭയങ്കര മധുരം. നമ്മളെ ക്രിംസൺ ചാമ്പൻ്റെ ഒക്കെ ക്രിംസൺ തന്നെയാണത്. അതിൻ്റെയൊക്കെ ഒരു ഏകദേശം പക്ഷേ വ്യത്യാസമുണ്ട്. നമ്മുടെ ഡൽഹരി ചാമ്പൻ്റെ കട്ടിങ് ഉണ്ട് ഇതിന്. ഡൽഹരിയുടെ കട്ടിങ് ഉണ്ട്, കളറ് ഡൽഹരിൻ്റെ അല്ല. അപ്പോൾ ഡൽഹരിൻ്റെ ഇലയും നമുക്കറിയാലോ, ഡൽഹരിൻ്റെ ഇല അങ്ങനെ സ്പ്രിങ് പോലെയാണ്, ഇതേപോലെ നിൽക്കില്ല. അപ്പോൾ എന്തായാലും ഡൽഹരി അല്ല, പക്ഷേ ഡൽഹരിൻ്റെ കട്ടിങ് ഉണ്ട് ഇതിന്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു 1-2 വലിയ പ്ലാന്റ് കൊണ്ടുവരുന്നുണ്ട്. ചെറിയ പ്ലാന്റ് അവർ ഉണ്ടാക്കിയിട്ടില്ല. അപ്പം നോക്കാം നമുക്ക് എന്താണെന്നുള്ളത്. നമ്മളെ നാട്ടിൽ കൊണ്ടുവന്നിട്ട് കാഴ്ചയിട്ട് എന്താ റിസൾട്ട് എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് പിന്നീട് തൈകൾ കൊണ്ടുവരാം. ബായ്. റസാഖ് തിരൂർ.